ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസിലെ പേജ് നമ്പർ 30യിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, ഒരു സീക്വൻസ് തന്നാൽ അവയുടെ നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ അവയുടെ സമ്മ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? സം ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് അല്ലേ? അത് നമ്മൾ നമ്പർ ഓഫ് ടേംസ് എത്ര ആയിരിക്കണം? ഓഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്ക് ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ, നമ്പർ ഓഫ് ടേംസ് ഈവൻ ആണെങ്കിൽ എങ്ങനെ ചെയ്യുമെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നു. 2, 4, 6, 8, 10, 12. നോക്കിക്കേ, ഇവിടുത്തെ നമ്പർ ഓഫ് ടേംസ് എത്ര? 1, 2, 3, 4, 5, 6 ആണ് അല്ലേ? അപ്പം 6 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ആണ് അല്ലേ? അപ്പൊ ഈ സീക്വൻസിന്റെ സമ്മ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മളിത് പെയർ ആക്കി എടുക്കുന്നു. ഈ രണ്ട് നമ്പർ പെയർ ആക്കുന്നു. അപ്പൊ 6 + 8 എന്ത് കിട്ടും? 6 + 8 ഈസ് ഈക്വൽ ടു 14. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പെയർ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 10 + 4 ഈക്വൽ ടു എന്ത് കിട്ടും? 14. നെക്സ്റ്റ് ദേ 2ഉം 12ഉം 2 + 12 എന്ത് കിട്ടും? 14 കിട്ടും. അപ്പൊ ഈവൻ നമ്പർ ആണെങ്കിൽ അവയെ നമ്മൾ എന്ത് ചെയ്യും? പെയർ ആക്കും. ഇനി സമ്മ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? സം ഈസ് ഈക്വൽ ടു ദേ ഇവിടെ എത്ര പെയർ ഉണ്ട്? 1, 2, 3. നമ്പർ ഓഫ് പെയർ എത്ര? 3 ആണ് അല്ലേ? അപ്പം എന്താ ചെയ്യണ്ടേ? 3 ഇൻറ്റു ഈ ഒരു പെയറിന്റെ സം എത്ര? 40. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 14 ഇൻറ്റു 3 42. അപ്പൊ ഈ സീക്വൻസിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 42 ആയിരിക്കും. അപ്പൊ എങ്ങനെയാ നോക്കിയത്? നമ്മൾ ആദ്യം പെയർ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്യും? നമ്പർ ഓഫ് പെയറിന്റെ എണ്ണം എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് സം ഓഫ് വൺ പെയർ, ഒരു പെയറിന്റെ സം എടുത്തിട്ട് അതിന്റെ പ്രോഡക്റ്റ് എടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈവൻ നമ്പറോ സീക്വൻസ് വരുന്നെങ്കിൽ അവയുടെ സമ്മ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ എഴുതാമല്ലോ. സം ഈസ് ഈക്വൽ ടു എന്തെഴുതാം? നമ്പർ ഓഫ് പെയർ ഇൻറ്റു സം ഓഫ് വൺ പെയർ. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഒരു എക്സാമ്പിളും കൂടി ഞാൻ ചെയ്ത് കാണിക്കാം. ഇതേ നോക്കിക്കേ, 5, 10, 15, 20, 25, 30. ഇത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് ടേംസ്, എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടെന്ന് നോക്കുക. 1, 2, 3, 4, 5, 6 അല്ലേ? 6 ആണ് നമ്പർ ഓഫ് പെയർ വരുന്നത്, നമ്പർ ഓഫ് ടേംസ് വരുന്നത്. അപ്പൊ എന്താണ്? ഈവൻ ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പെയർ ചെയ്യണം. 15 + 20 ആദ്യം പെയർ ചെയ്തു. 15 + 20 എന്ത് കിട്ടും? 35. നെക്സ്റ്റ് പെയർ ദേ നമ്മൾ ഇവിടുന്ന് 10 + 25 എടുത്തു. അപ്പോൾ എന്ത് എഴുതും? 10 + 25 ഈസ് ഈക്വൽ ടു 35. നെക്സ്റ്റ് 5 + 30. 5 + 30 ഈസ് ഈക്വൽ ടു എന്ത് വരും? 35. എന്നിട്ട് ഇനി സമ്മ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെയർ ഇൻറ്റു സം ഓഫ് വൺ പെയർ. അപ്പൊ നമ്പർ ഓഫ് പെയർ എത്ര പെയർ ഉണ്ട്? 1, 2, 3. സം ഓഫ് വൺ പെയർ എത്ര? 35. ആൻസർ എന്ത് കിട്ടും? 105 എന്ന് കിട്ടും. ഒരു എക്സാമ്പിളും കൂടി ചെയ്ത് കാണിക്കാം. ദേ നോക്കിയേ, 1, 3, 5, 7. പെയർ ചെയ്ത് നോക്കിയാലോ. 3 + 5 എന്ത് കിട്ടും? 8. 7 + 1 എന്ത് വരും? 8. ഇനി സമ്മ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെയർ. നമ്പർ ഓഫ് പെയർ എത്ര? 1, 2.
ഇനി സം ഓഫ് വൺ പെയർ എത്ര? 8. ആൻസർ ഈസ് 60. ഓക്കെ, ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പേജ് നമ്പർ 30 ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ, റൈറ്റ് 4 അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് സം ഓഫ് ദ ഫസ്റ്റ് 4 ടേംസ് 100. അല്ലേ? അപ്പൊ എന്താ നമുക്ക് തന്നേക്കുന്നത്? 4 ടേംസ് ആണ്. അപ്പം നമ്പർ ഓഫ് ടേംസ് എത്ര? ഈവൻ ആണ്. ഇനി എന്ത് കണ്ടുപിടിക്കണം? സമ്മ് അവയുടെ 100 ആണ്. അതുപോലുള്ള 4 അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണം. അപ്പൊ നമുക്കൊന്ന് ആദ്യം എഴുതി നോക്കാം. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം. ഇവയുടെ സം എത്ര? 100. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 4 സീക്വൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ തന്നിരിക്കുന്നത് ഇത് ഇത്ര എണ്ണത്തിന്റെ സമ്മ് 100 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈവൻ ആയതുകൊണ്ട് പെയർ ചെയ്യുക. പെയർ ചെയ്യാലോ. അപ്പൊ നമ്പർ ഓഫ് പെയർ നമുക്ക് എത്ര കിട്ടി? ഫസ്റ്റ്, സെക്കൻഡ്. സം ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ സം ഓഫ് വൺ പെയർ കണ്ടുപിടിച്ചൂടെ? അല്ലേ? നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്? സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെയർ ഇൻറ്റു സം ഓഫ് വൺ പെയർ അല്ലേ? അപ്പൊ നമുക്ക് എന്താ? സം ഓഫ് വൺ പെയർ ഇല്ല. അപ്പൊ കണ്ടുപിടിക്കാലോ എങ്ങനെ? സം ഓഫ് വൺ പെയർ ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പെയർ. അപ്പൊ നമ്മുടെ ഈ 4 ടേമിന്റെ സം എത്ര? 100. നമ്പർ ഓഫ് പെയർ എത്ര? 2 അല്ലേ? അപ്പൊ എന്ത് കിട്ടി? 50. ഇനി നോക്കിയേ, ഒരു പെയറിന്റെ സമ്മ് നമുക്ക് എന്താ കിട്ടി? 50. അപ്പൊ നമുക്ക് സീക്വൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ഇപ്പൊ നോക്കിക്കോ, സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം. ഈ സെക്കൻഡ് ടേമിന്റെയും തേർഡ് ടേമും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 50 കിട്ടും. ഞാൻ സെക്കൻഡ് ടേം 20 എടുത്തു, തേർഡ് ടേം 30 എടുത്തു. ഇവയുടെ സം എന്ത് കിട്ടും? 50 അല്ലേ കിട്ടുന്നേ? അപ്പൊ നമുക്ക് ഇനി എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഫോർത്ത് ടേമും ഫസ്റ്റ് ടേമും കണ്ടുപിടിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഡി ഈസ് ഈക്വൽ ടു 30 മൈനസ് 20 എന്ത് കിട്ടും? 10 അല്ലേ? അപ്പൊ ഈ തേർഡ് ടേമിൽ നിന്ന് ഫോർത്ത് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഒരു +10 ആഡ് ചെയ്താൽ പോലെ, കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 40. ഇവിടെ എന്ത് ചെയ്യണം? ഒരു -10 ചെയ്താൽ മതി. അപ്പൊ എന്ത് കിട്ടും? 10. ഒരു സീക്വൻസ് ആയില്ലേ? 10, 20, 30, 40. അതുപോലെ എത്ര സീക്വൻസ് കണ്ടുപിടിക്കണം? 4 സീക്വൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി സെക്കൻഡ് സീക്വൻസ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കിയാലോ. 20, 30 എടുത്തു. ഞാൻ എന്ത് ചെയ്തു? 21, 29 എടുത്തു. അപ്പൊ ഡി എന്ത് വരും? 29 മൈനസ് 21 എന്താ കിട്ടുന്നത്? 8. അപ്പം ഇങ്ങോട്ടൊരു 8 ആഡ് ചെയ്യുക, 37 കിട്ടും. ഇങ്ങോട്ടൊരു 8 കുറയ്ക്കുക, 13 കിട്ടും. ക്ലിയർ? അപ്പൊ നമുക്ക് എത്ര സീക്വൻസ് ആയി? 2 സീക്വൻസ് ആയി. 4 എണ്ണം അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഇതേ മൂന്നാമത്തെ ഞാൻ എടുക്കുന്നു, 22ഉം 28ഉം. കോമൺ ഡിഫറൻസ് എന്ത് വരും? ഡി ഈസ് ഈക്വൽ ടു 28 മൈനസ് 22 ദാറ്റ് ഈസ് 6. 28ന്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പം 34. ഇവിടെ 22ന്റെ കൂടെ 6 എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ 16. മൂന്നാമത്തെ സീക്വൻസ് ആയല്ലോ. ഇനി ഒരു സീക്വൻസ് കൂടെ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? പെയറിന്റെ സമ്മ് 50 വരത്തക്ക രീതിയിൽ 23ഉം 27ഉം എടുത്തു. ഡി എന്ത് വരും? 27 മൈനസ് 23 ദാറ്റ് ഈസ് 4. അപ്പൊ ഇവിടെ നിന്നൊരു 4 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 31. ഇവിടെ നിന്നൊരു 4 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 19. 4 സീക്വൻസ് കിട്ടിയില്ലേ? ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. Second question, the first term of an arithmetic sequence is 5 and the sum of the first 6 terms is 105. Calculate the first 6 terms of the sequence. അല്ലേ? അപ്പൊ നമുക്ക് എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട്? 6 ഉണ്ട് അല്ലേ? അപ്പം ഈവൻ ആണ്. അപ്പൊ നമ്മൾ സമ്മ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് പ്ലസ് തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്. ഇവയുടെ 6 ടേംസ് ഉണ്ട്. ഇവയുടെ സമ്മ്
105 എന്നാണ് തന്നിരിക്കുന്നത്. ഇനി എന്ത് തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടേം എന്താണെന്ന് തന്നിട്ടുണ്ട്? 5 ആണത് തന്നിട്ടുണ്ട്. ഈവൻ ആണല്ലോ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്പർ ഓഫ് ടേംസ് 6 ആണ്. അപ്പൊ പെയർ ചെയ്ത് നോക്കാം. ദേ ഈ ടേമും ഈ ടേമും കൂടെ ഞാൻ പെയർ ചെയ്തു. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്. തേർഡും ഫോറും കൂടെ പെയർ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡും ഫിഫ്ത്തും കൂടി പെയർ ചെയ്യാം. ഫസ്റ്റും സിക്സ്തും കൂടി പെയർ ചെയ്തു. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ടേംസ് നമുക്ക് എത്ര? 1, 2, 3. സം ഉണ്ടല്ലോ 105. അപ്പൊ സം ഓഫ് 1 പെയർ കണ്ടുപിടിക്കാമല്ലോ അല്ലേ? ഇക്വേഷൻ എങ്ങനെയാണ്? സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെയർ ഇൻറ്റു സം ഓഫ് 1 പെയർ. ഇവിടുന്ന് നമുക്ക് സം ഓഫ് 1 പെയർ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കും? സം ഓഫ് 1 പെയർ ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പെയർ. സം എത്ര? 105 ഡിവൈഡഡ് ബൈ പിന്നെ എത്ര പെയർ ഉണ്ട്? നമ്പർ ഓഫ് പെയർ 1, 2, 3. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 35. അപ്പം ഒരു പെയറിന്റെ സമ്മ് നമുക്ക് 35 എന്ന് കിട്ടി അല്ലേ? അപ്പൊ ദേ ഇത് 105, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 35, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 35, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 35 അല്ലേ? അങ്ങനെയാണെങ്കിൽ ദേ നമുക്കിവിടെ ഫസ്റ്റ് ടേം ഉണ്ട്. 6ഉം ഫസ്റ്റും കൂടെ കൂട്ടുമ്പോൾ 35 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ഫസ്റ്റ് ടേം പ്ലസ് 6th ടേം ഈസ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്? 35 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് കണ്ടുപിടിക്കാം? 6th ടേം കണ്ടുപിടിച്ചൂടെ? ഫസ്റ്റ് ടേം ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ 5 പ്ലസ് 6th ടേം ഈസ് ഈക്വൽ ടു 35. ഇവിടുന്ന് 6th ടേം കണ്ടുപിടിക്കാൻ ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോയാൽ മതിയല്ലോ. അപ്പോൾ 6th ടേം ഈസ് ഈക്വൽ ടു 35 മൈനസ് 5 എന്ത് കിട്ടും? 30. അപ്പൊ നോക്കിയാൽ നമുക്ക് 6th ടേം 30 എന്ന് കിട്ടി അല്ലേ? നമുക്ക് ഈ ആദ്യത്തെ ഫസ്റ്റ് 6 ടേം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം 5 എന്ന് കിട്ടി, 6th ടേം 30 എന്ന് കിട്ടി അല്ലേ? അപ്പൊ ഈ സീക്വൻസിലെ 2 നമ്പേഴ്സ് കിട്ടിയല്ലോ. അപ്പൊ ബാക്കി നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? D ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇവിടുത്തെ ടേം ഡിഫറൻസ് എന്ത് വരും? 30 മൈനസ് 5. ഇനി പൊസിഷൻ ഡിഫറൻസ് എത്ര? 6 മൈനസ് 1. ആൻസർ ഈസ് എന്ത് കിട്ടും? 25 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. D5 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ എന്താ? പ്ലസ് 5 ആഡ് ചെയ്ത് പോയാൽ മതിയല്ലോ. അപ്പൊ സെക്കൻഡ് ടേം എന്ത് കിട്ടും? സെക്കൻഡ് ടേം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേമിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? പ്ലസ് 5 ചെയ്താൽ മതി. ഫസ്റ്റ് ടേം എത്ര? 5 പ്ലസ് 5 ഈക്വൽ ടു 10. ഓക്കെ, അപ്പൊ നമുക്ക് ആ സീക്വൻസ് അങ്ങനെ എന്താ? 5 ആഡ് ചെയ്താൽ മതി. തേർഡ് ടേം ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം പ്ലസ് 5 എന്ത് കിട്ടും? സെക്കൻഡ് ടേം എത്ര? 10 പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 15. ഫോർത്ത് ടേം എന്ത് കിട്ടും? ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു തേർഡ് ടേം പ്ലസ് 5 ഈസ് ഈക്വൽ ടു 15 പ്ലസ് 5 20. ഇനി ഫിഫ്ത്ത് ടേം ഈസ് ഈക്വൽ ടു ഫോർത്ത് ടേം പ്ലസ് 5 ദാറ്റ് ഈസ് 20 പ്ലസ് 5 ഈസ് ഈക്വൽ ടു 25. സിക്സ്ത് ടേം നമുക്ക് 13 ഉണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ സീക്വൻസ് എങ്ങനെ വരും? 5, 10, 15, 20, 25, 30. ഇതല്ലായിരുന്നോ ക്വസ്റ്റ്യൻ? ആദ്യത്തെ 6 ടേംസ് കണ്ടുപിടിക്കണം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. ദ സം ഓഫ് ദ 7th and 8th term of an arithmetic sequence is 50. Calculate the sum of the first 14 terms. അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം?
7ന്റെയും 8ന്റെയും കൂടെ സം എന്ത് കിട്ടി? 50 കിട്ടി. അപ്പൊ 7th ടേം പ്ലസ് 8th ടേം 50 ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് 14 ടേംസിന്റെ സം കണ്ടുപിടിക്കണം. 14 ടേംസ് എന്ന് പറയുമ്പോൾ നോക്കിയേ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, 7, 8, 14 ടേംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താ, 7ഉം 8ന്റെയും കൂടെ സമ്മ് നമുക്ക് എന്ത് കിട്ടി? 50 കിട്ടി അല്ലേ? അടുത്തടുത്ത നമ്പേഴ്സ് നമ്മൾ പെയർ ചെയ്തു. അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ എത്ര പെയർ വരും? 6ഉം 9ഉം കൂടി പെയർ ചെയ്യാം. അപ്പം വരച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ എഴുതി ഒന്ന് കാണിക്കാം. 7 + 8 ഒരു പെയർ, നെക്സ്റ്റ് പെയർ എന്ത് വരും? 6 + 9, നെക്സ്റ്റ് എന്ത് വരും? 5 + 10, നെക്സ്റ്റ് 4 + 11, 3 + 12, 2 + 13, 1 + 14 അല്ലേ? ഇത്രയും പെയർ ആണ് നമുക്ക് വരുന്നത് ഇവിടെ. അപ്പൊ ഇതിന്റെ നമ്പർ ഓഫ് പെയർ എത്ര? 1, 2, 3, 4, 5, 6, 7. 7 പെയർ ഉണ്ട് അല്ലേ? 14 ടേംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര പെയർ ഉണ്ട്? 7 പെയർ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാ? നമ്പർ ഓഫ് പെയർ ഈസ് ഈക്വൽ ടു 7. സം ഓഫ് 1 പെയർ എന്താ? നമുക്ക് തന്നിട്ടുണ്ട് 50. അങ്ങനെയാണെങ്കിൽ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെയർ ഇൻറ്റു സം ഓഫ് 1 പെയർ. നമ്പർ ഓഫ് പെയർ എന്താ? 7 ഇൻറ്റു സം ഓഫ് 1 പെയർ 50. ആൻസർ ഈസ് 350. ക്ലിയർ ആയോ? 14 ടേംസിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് 7ഉം 8ഉം ടേമിന്റെ സമ്മ് മാത്രമേ തന്നിട്ടുള്ളൂ. 14 ആയതുകൊണ്ട് ഈവൻ ആണ്. അപ്പൊ നമുക്ക് അവയുടെ സമ്മ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പെയർ ചെയ്യണം അല്ലേ? പെയർ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എത്ര പെയർ കിട്ടി? 7 പെയർ കിട്ടി. ആ 7 പെയറും പിന്നെ സം ഓഫ് 1 പെയറും ഉണ്ടെങ്കിൽ നമുക്ക് സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. എന്താ? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പം ആൻസർ കിട്ടി. അപ്പൊ 14 ടേംസിന്റെ സമ്മ് എത്ര കിട്ടുന്നത്? 350. ക്ലിയർ ആയല്ലോ? Fourth question, write the first 3 terms of each of the arithmetic sequence given below. അല്ലേ? ഒരു 4 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ 4 ക്വസ്റ്റ്യന്റെ എന്താ? ഫസ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? The first term is 30. ഫസ്റ്റ് ടേം എന്താണ്? 30 ആണ്. And the sum of the first 3 terms is 300. ഫസ്റ്റ് 3 ടേംസിന്റെ സം എന്താണ്? 300. ഓക്കെ, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം. ഇവയുടെ ആദ്യത്തെ 3 ടേം നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ? അതെ, നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 3 ആണ്. അപ്പോൾ എന്താണ്? ഓഡ് ആണ്. ഓഡ് ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന സം എന്താണ്? മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം. സം ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. മിഡിൽ ടേം ഉണ്ടോ ഇവിടെ? ഇല്ല അല്ലേ? അപ്പം മിഡിൽ ടേം ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ n. സം എത്രയാണ്? 300. ഇനി നമ്പർ ഓഫ് ടേംസ് എത്ര? 3. അപ്പൊ എത്ര കിട്ടി? 100. മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ടേം അല്ലേ നമ്മുടെ? സെക്കൻഡ് ടേം നമുക്ക് എന്ത് കിട്ടി? 100 കിട്ടി. തേർഡ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 2 ടേം ഉണ്ട്. അപ്പൊ കോമൺ ഡിഫറൻസ് എടുക്കുക. 100 മൈനസ് 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 70. ഇനി തേർഡ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? തേർഡ് ടേം ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേമിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. സെക്കൻഡ് ടേം പ്ലസ് 70 ദാറ്റ് ഈസ് എന്ത് വരും? 100 പ്ലസ് 70 ഈക്വൽ ടു 170. 170 എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആദ്യത്തെ 3 ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ 3 ടേംസ് എന്ത് വരും? 30, 100, 170. സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാമല്ലോ.
The first term is 30 and the sum of the first 4 terms 300. First term എന്താണ്? 30. എത്ര ടേം പറഞ്ഞിട്ടുണ്ട്? 4 ടേംസിന്റെ സം ആണ് 300. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്ലസ് ഫോർത്ത് ടേമിന്റെ സം ആണ് എന്തെന്ന് കിട്ടിയത്? 300. ഓക്കെ, അപ്പൊ നമ്മുടെ നമ്പർ ഓഫ് ടേംസ് എത്ര? 4 ആണ്. നമ്പർ ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു 4. അപ്പൊ ഈവൻ ആണ് അല്ലേ? ഈവൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പെയർ ചെയ്യണം. സെക്കൻഡും ഫോർത്തും കൂടി തേർഡും കൂടി പെയർ ചെയ്തു, ഫസ്റ്റും ഫോർത്തും കൂടി പെയർ ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മുടെ നമ്പർ ഓഫ് പെയർ എത്ര? 2. സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെ? സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെയർ ഇൻറ്റു സം ഓഫ് 1 പെയർ. അപ്പൊ ഒരു പെയറിന്റെ സമ്മ് നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. അപ്പൊ അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സം ഓഫ് 1 പെയർ ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പെയർ. സം എന്താ കിട്ടുന്നത്? 300. നമ്പർ ഓഫ് പെയർ എത്ര? 1, 2 അല്ലേ? അപ്പൊ 2 എത്ര കിട്ടും? 150. അപ്പൊ 2 സംഖ്യകളുടെ പെയർ അല്ലേ, അതിന്റെ സം എന്ത് കിട്ടും? 150. അതായത് ഈ ഫസ്റ്റും ഫോർത്തും കൂടെ ആഡ് ചെയ്യുമ്പോൾ 150 കിട്ടും. സെക്കൻഡും തേർഡും കൂടി നോക്കിയാൽ 150 കിട്ടും. അപ്പൊ നമുക്ക് ടേംസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് ടേം ഉണ്ട്. അപ്പൊ ഫസ്റ്റും ഫോർത്തും കൂടെ കൂട്ടുമ്പോൾ 150 ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അതൊന്നും എഴുതി വെക്കില്ല. ഫസ്റ്റ് ടേം പ്ലസ് ഫോർത്ത് ടേം ഇവയുടെ സം എന്താണ്? 150 അല്ലേ? ഫസ്റ്റ് ടേം നമുക്ക് എത്ര? 30 എന്ന് തന്നിട്ടുണ്ട്. പ്ലസ് ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു 150. ഇവിടുന്ന് ഫോർത്ത് ടേം കണ്ടുപിടിക്കാമല്ലോ. ഫോർത്ത് ടേം ഈസ് ഈക്വൽ ടു 150. ഈ പ്ലസ് 30 ഇപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 30 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 120 എന്ന് വരും. ഓക്കെ, ഫോർത്ത് ടേം നമുക്ക് എന്ത് കിട്ടി? 120 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഈ സെക്കൻഡും തേർഡും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ D ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എത്ര വരും? ടേം ഏതാ? 120, 30. ഡിഫറൻസ് എടുക്കുക, 120 മൈനസ് 30 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എത്ര? 4 മൈനസ് 1. അപ്പൊ എന്ത് കിട്ടും? 120ന്ന് 30 പോയി കഴിഞ്ഞാൽ 90. 4 മൈനസ് 1 എന്ത് വരും? 3. 90 മൈനസ് 3 എന്താ കിട്ടുന്നത്? 30. അപ്പൊ D എത്ര കിട്ടി? 30 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് ടേമും തേർഡ് ടേമും കണ്ടുപിടിക്കാമല്ലോ. ഫസ്റ്റ് ടേമിന്റെ അവിടുന്ന് ആഡ് ചെയ്ത് പോയാൽ മതി. നമുക്ക് ഫസ്റ്റ് ടേം എന്താണ്? 30 ആണ്. കോമൺ ഡിഫറൻസ് എന്താണ്? 30 ആണ്. അപ്പം 30 നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാൻ 30യുടെ കൂടെ ഒരു 30 ആഡ് ചെയ്യുന്നു, 60. വീണ്ടും ഒരു 30 ആഡ് ചെയ്യുന്നു, 90. വീണ്ടും ഒരു 30 ആഡ് ചെയ്യുമ്പോൾ 120. നമുക്ക് എന്താണ്? ഫസ്റ്റ് 3 ടേംസ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത് അല്ലേ? സീക്വൻസ് കിട്ടിയല്ലോ. നെക്സ്റ്റ് ഫസ്റ്റ് ടേം ഈസ് 30 ആൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേം ഈസ് 300 അല്ലേ? അപ്പോൾ ഓഡ് നമ്പർ 5 ടേം ആണ് ഉള്ളത്. നോക്കിക്കേ, ഫസ്റ്റ് ടേം 30, പിന്നെന്താ? സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഇവയുടെ സം എന്ത് കിട്ടി? 300. അപ്പൊ നമ്പർ ഓഫ് ടേംസ് എത്ര? നമുക്ക് 5 ആണ്. ഓഡ് ആണ് അല്ലേ? അപ്പൊ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സം ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ്. നമുക്ക് മിഡിൽ ടേം ഉണ്ടോ? ഇല്ല. അപ്പൊ മിഡിൽ ടേം കണ്ടുപിടിക്കാം. മിഡിൽ ടേം ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ n. ഇവിടുത്തെ മിഡിൽ ടേം ഏതാ? സെക്കൻഡ്, 3, 4, 5. മിഡിൽ ടേം എന്ന് പറയുന്നത് ഇതാണ് അല്ലേ?
അപ്പോൾ സം ഡിവൈഡഡ് ബൈ n എടുത്താൽ 300 ഡിവൈഡഡ് ബൈ 5 ദാറ്റ് ഈസ് 60. മിഡിൽ ടേം നമുക്ക് എന്ത് കിട്ടി? 60 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ അതാണ് തേർഡ് ടേം. തേർഡ് ടേം ഈസ് ഈക്വൽ ടു 60. ബാക്കി സീക്വൻസിലുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇനി എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ? d ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ത് വരും? 60 മൈനസ് 30 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1 പൊസിഷൻ ഡിഫറൻസ് അല്ലേ? 60 മൈനസ് 30 എന്ത് വരും? 30 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 15. കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി നമുക്ക്? 15 എന്ന് കിട്ടി അല്ലേ? അപ്പോൾ എന്താ ഇനി തേർഡ് 3 ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ 3 ടേം. അപ്പം ഫസ്റ്റ് 30 ആണ്, കോമൺ ഡിഫറൻസ് 15 ആണ്. അപ്പം ആദ്യത്തെ 3 ടേംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 30, നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ഒരു 15 ആഡ് ചെയ്യണം. 30ൻ്റെ കൂടെ ഒരു 15 ആഡ് ചെയ്യുമ്പോൾ 45, 45ൻ്റെ കൂടെ ഒരു 15 ആഡ് ചെയ്യുമ്പോൾ 60. 3 ടേംസ് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നല്ലോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? Fourth question, the first term is 30 and the sum of the first 6 term is 300. അല്ലേ? ഫസ്റ്റ് ടേം എന്താണ്? 30. സിക്സ്ത് ടേം ഉണ്ട് അല്ലേ? അപ്പോൾ ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പെയർ ചെയ്യണം അല്ലേ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്. ഇവയുടെ സം എത്ര തന്നിട്ടുണ്ട്? 300. നമുക്ക് കണ്ടുപിടിക്കാമല്ലോ, പെയർ ചെയ്യാലോ. ദേ ഇവിടെ ഈ ഒരു പെയർ, നമ്പർ ഓഫ് പെയർ എത്ര? 3 അല്ലേ? അപ്പോൾ നമുക്ക് സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പെയർ ഇൻറ്റു സം ഓഫ് 1 പെയർ. സം ഓഫ് 1 പെയർ നമുക്കില്ല അല്ലേ? സമ്മും ഉണ്ട്, നമ്പർ ഓഫ് പെയറും ഉണ്ട്. അപ്പോൾ സം ഓഫ് 1 പെയർ ഈസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പെയർ. സം എത്ര? 300. നമ്പർ ഓഫ് പെയർ എത്ര കിട്ടും? 1, 2, 3 ദാറ്റ് ഈസ് 100. ഓക്കെ, അപ്പം നമുക്ക് ഈ ഫസ്റ്റ് ടേമും സിക്സ്ത് ടേമും കൂടിയുള്ള സം എത്ര കിട്ടി? 100 എന്ന് കിട്ടി അല്ലേ? അപ്പം അത് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടേം പ്ലസ് സിക്സ്ത് ടേം ഈസ് ഈക്വൽ ടു എന്താ കിട്ടിയത്? 100. ഫസ്റ്റ് ടേം എത്ര? 30. സിക്സ്ത് ടേം അറിയാമോ? ഇല്ല. സിക്സ്ത് ടേം ഈസ് ഈക്വൽ ടു 100. ഇവിടുന്ന് നമുക്ക് സിക്സ്ത് ടേം കണ്ടുപിടിക്കാമല്ലോ. സിക്സ്ത് ടേം ഈസ് ഈക്വൽ ടു 100. ഈ 30 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 70. സിക്സ്ത് ടേം 70 കിട്ടി. ഫസ്റ്റ് ടേം 30 ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. ഡി ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് എന്ത് വരും? 70 മൈനസ് 30 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്താ? 6 മൈനസ് 1 ദാറ്റ് ഈസ് 40 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 5 ഈക്വൽ ടു 8. കോമൺ ഡിഫറൻസ് 8 കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ആദ്യത്തെ 3 ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടേം എന്താണ്? ഫസ്റ്റ് ടേം 30, കോമൺ ഡിഫറൻസ് 8 അല്ലേ? അപ്പം നമ്മുടെ സീക്വൻസ് എങ്ങനെ വരും? സീക്വൻസ് ഈസ് ഈക്വൽ ടു 30, 30യുടെ കൂടെ ഒരു 8 ആഡ് ചെയ്യുമ്പോൾ 38, 38ൻ്റെ കൂടെ ഒരു 8 ആഡ് ചെയ്യുമ്പോൾ 46. ഫസ്റ്റ് 3 ടേംസ് കിട്ടിയില്ലേ? ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.